അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടില്ല. അന്ന് മുതൽ ബോയിങ് 787 വിമാനത്തിന്റെ അപാകതകളാണ് ഉയർന്നു കേട്ടിരിക്കുന്നത്. വിമാനത്തിന് കമ്പനി ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് ബോയിങ് 787 വിമാനത്തിന്റെ പ്രശ്നങ്ങൾ. ടേക്ക് ഓഫിന് പിന്നാലെ ബോയിങ് 787 വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതോടെ മെയ്ഡേ സന്ദേശം നൽകേണ്ടി വന്നുവെന്ന് റിപ്പോർട്ട്. അമേരിക്കയിലാണ് സംഭവം. വാഷിംഗ്ടണിലെ ഡാളസ് വിമാനത്താവളത്തിൽ നിന്ന് മ്യൂണിച്ചിലേക്ക് പറന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ വിമാനമാണ് ആകാശ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വിമാനം പറന്നുയർന്ന് 5000 അടി ഉയരെ എത്തിയതോടെയാണ് എഞ്ചിൻ തകരാർ സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ ATCയെ വിവരമറിയിച്ച് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയായിരുന്നു. 2 മണിക്കൂർ 38 മിനിറ്റ് പറന്ന വിമാനം ഇന്ധനം മുഴുവൻ എരിച്ചു കളഞ്ഞതിന് പിന്നാലെ തിരികെ ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ ഭാരം നിയന്ത്രണം സുഗമമാക്കുന്നതിനായി 6000 അടിയാണ് നിലനിർത്തിയത്. ഇടത്തെ എഞ്ചിൻ പണിമുടക്കിയതോടെ ലാൻഡിംഗിൽ സ്വയം മുന്നോട്ട് നീങ്ങാൻ വിമാനത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ പുഷ് ബാക്ക് ട്രാക്ടർ ഉപയോഗിച്ചാണ് വിമാനത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. അഹമ്മദാബാദ് വിമാനാപകടമുണ്ടായി 1 മാസം മാത്രം പിന്നിടുമ്പോഴാണ് ബോയിങ് വിമാനത്തിന്റെ ടേക്ക് ഓഫിന് പിന്നാലെ വീണ്ടും എഞ്ചിൻ തകരാർ കണ്ടെത്തുന്നത്. 241 പേരാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്.